ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ബൈ ഓപ്പർച്യൂണിറ്റി പാൾട്ട് കോയിൻസിൻ്റെ അകത്തുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു അപ് ട്രെൻഡ് തന്നെയാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുക, ഏറ്റവും അപ് ട്രെൻഡ് എന്ന രീതിയിലോട്ടാണ് മാർക്കറ്റിൻ്റെ പ്രൈസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇറാൻ്റെ ഇഷ്യൂ ഒക്കെ അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഹൈയിലോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസും പുതിയ ഹൈ എന്ന രീതിയിലോട്ട് വേണമെങ്കിൽ പോകാം. ഓക്കെ, ഗോൾഡിൻ്റെ പ്രൈസ് അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. എന്നാൽ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് വലിയ വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വേരിയേഷൻ വന്നിട്ടില്ല. പക്ഷേ ചില ബൈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു അവസരത്തിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ EOS എന്ന് പറഞ്ഞ പ്രോജക്റ്റ് 0.47 വരെ വന്നിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഓക്കെ, ലോങ് ടൈമിന് വേണ്ടി ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഗേറ്റ് ടോക്കൺ കുറേ നാളുകൾക്ക് ശേഷമാണ് കുറഞ്ഞൊരു ഡൗൺ എന്ന രീതിയിലോട്ട് 16 USD വന്നിട്ടുണ്ടായിരുന്നു. 2.5 USD 3 USD ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 24 USD വരെ നമ്മുടെ ഗേറ്റ് ടോക്കൺ പോയിട്ടുണ്ടായിരുന്നു. പണ്ട് BNB ടോക്കൺ ഇതേ ഒരു അവസ്ഥയിൽ 25 USD ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ BNBയുടെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഹൈയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ 16 USD വന്നിട്ട് ഗേറ്റ് ടോക്കൺ വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മുടെ ASD 0.020 ആണ്. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈം എന്ന രീതിയിൽ ബൈ ചെയ്യാവുന്നതാണ്. HTX എക്സ്ചേഞ്ചിൻ്റെ HTX ടോക്കൺ നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതിയിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മുടെ CET 0.060 ആണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ടോൺ കുറച്ച് ആളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഡൗൺ എന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. $2.97, അതായത് 3 USD അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ എന്ന രീതിയിൽ ഈ ഒരു പ്രൈസിൽ ബൈ ചെയ്യാം. പിന്നെ ഒരു $2.40 ഒക്കെ വരികയാണെങ്കിൽ ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ സുയി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഞാൻ കമ്പയർ ചെയ്തത് ഏകദേശം നമ്മുടെ സൊളാനയായിട്ടാണ് കമ്പയർ ചെയ്ത് പറഞ്ഞത്. അന്ന് കുറേ പേർക്കൊരു സംശയമുണ്ട്, ഓക്കെ സുയിയൊക്കെ അത്രയും ഹൈയിലോട്ട് പോകുമോ എന്ന്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. 2 USD ഉണ്ടായിരുന്ന ടൈം ഏകദേശം കണ്ടോ, 2 USD പെട്ടെന്ന് 4 USD പോയി. അതുകൊണ്ട് സുയി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 3 USD ആണ്. ഇനി ഡൗൺ എന്ന രീതി വന്നാൽ 2 USD 1 USD 10 അല്ലെങ്കിൽ 20 ടോക്കണെങ്കിലും ബൈ ചെയ്ത് ലോങ് ടൈം എന്ന രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത അയോട്ട 0.16 ആണ്. 0.15 0.20 നിങ്ങൾക്ക് ലോങ് ടൈം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓക്കെ, ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ആണ്. എന്നാൽ യുനിസ്വാപ്പ് ഇപ്പം ഹൈ ആണ്. അതുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എതീരിയത്തിൻ്റെ പ്രൈസ് ഏറ്റവും നല്ല രീതിയിൽ ഹൈയിലോട്ട് മൂവ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂനി ടോക്കൺ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹൈയിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. കേട്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് ഹൈ ആയ ടൈം എന്ന് പറഞ്ഞാൽ യൂനി ടോക്കണും അതേ സെയിം പാറ്റേണിൽ പെട്ടെന്ന് ഹൈ എന്ന ട്രെൻഡിലോട്ട് ചേഞ്ച് ആയി. ഓക്കെ, നമ്മുടെ എതീരിയം 1500-2000 USD വരുന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂനി ടോക്കൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതി ആവറേജ് ബൈ ചെയ്ത് വേണമെങ്കിൽ വീണ്ടും എൻ്റർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തിട്ടുള്ളവർക്ക് ഏകദേശം പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷേ ലോങ് ടൈം താല്പര്യമുള്ളവർക്കാണെങ്കിൽ വീണ്ടും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് വെർജ് നമുക്ക് 2 സൈക്കിളിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്ന പ്രോജക്റ്റാണ്. വീണ്ടും 0.035 അതുപോലെ തന്നെ 0.00045 ഈ ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ നിങ്ങൾ മാക്സിമം ലോങ് ടൈം എന്ന രീതിയിലോട്ട് ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത അൽഗോ എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.17 ആണ്. 0.15 വരെയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഈ ഒരു പ്രൈസിൽ 0.17 ബൈ ചെയ്തെന്ന് കരുതി കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടായി ട്രൈ ചെയ്യാവുന്നതാണ്. ലിങ്ക് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഏകദേശം 10 USD വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് 18 USD പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും 13 USD ആണ് നിൽക്കുന്നത്. ഒരു 2-3 ലിങ്കെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത് ഡോജി ഏകദേശം 0.17 ആണ്. ഈ ഒരു കണ്ടീഷനിൽ ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈ ചെയ്യാം നിങ്ങൾക്ക്. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.10 വരികയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ആവറേജ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഏകദേശം 70% ലോസ് എന്ന രീതിയിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. അതേ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ ട്രോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ട്രോണൊക്കെ ഏകദേശം കണ്ടോ, ട്രോൺ 0.30 വരെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രോണൊക്കെ നിങ്ങളുടെ ബൈ പറഞ്ഞത് എനിക്ക് തോന്നുന്നു 0.04 0.05 0.06 പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ട്രോൺ 1 USD പോകും. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. ഇനി നമ്മുടെ BNBക്കകത്ത് നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് സ്കാൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്കാൽപ്പ് ചെയ്യാവുന്നതാണ്.
ഇ ടി സി ഏകദേശം 13 USD 12 USD 13 USD പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. ലോങ് ടൈം പ്ലാൻ ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ലൈറ്റ് കോയിൻ 68 USD 70 USD വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ലൈറ്റ് കോയിൻ അല്ലെങ്കിൽ പകുതി ലൈറ്റ് കോയിനെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത് കാർഡിനോ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം 0.63 ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബൈ ചെയ്യാമെന്ന് വെച്ചുകഴിഞ്ഞാൽ ബൈ ചെയ്യാം. പക്ഷേ 0.40 പോയാൽ നിങ്ങൾ വീണ്ടും ഒരു ആവറേജ് ബൈ ചെയ്യേണ്ടതായിട്ട് നമ്മുടെ കാർഡിനോയ്ക്കകത്ത് വരും. അതാണ് അതിൻ്റെ അകത്തുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്ത് XRP 1.70 വന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വീണ്ടും ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് കുറച്ച് കൂടുതലാണ്. 0.40 ഞാൻ നിങ്ങളുടെ അടുത്ത് ബൈ പറഞ്ഞതാണ്. XRP 5 USD വരെ സെൽ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്നൊരു പ്രോജക്റ്റ് കൂടിയാണ് XRP ഇപ്പോഴും പലരും സെല്ല് ചെയ്തവരുണ്ട്. മൊത്തത്തിൽ കുറച്ച് സെല്ല് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. ഇനി ഒന്നും സെല്ല് ചെയ്യാതെ ഹോൾഡ് ചെയ്യുന്നവരും നമ്മുടെ ടീമിലുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളുടെ ഫണ്ടിൻ്റെ ആവശ്യമാണ്, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റാണ്. അതനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് ഷിബ എന്ന് പറയുന്നത് ഏകദേശം 1187 ആണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ വിൽക്കാവുന്നതാണ്. ഷിബ എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ലോങ് ടൈം എന്ന രീതി 1 കോടി ക്വാണ്ടിറ്റി വരെ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി മുമ്പുള്ള വീഡിയോസിൽ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അടുത്ത് സൊളാനയൊക്കെ 10 USD താഴെ ഞാൻ ബൈ പറഞ്ഞതാണ്. 10 USD താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു 10 സൊളാന അല്ലെങ്കിൽ ഒരു 20 സൊളാനെങ്കിലും ബൈ ചെയ്യാൻ വേണ്ടി പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. അതിനുശേഷം 294 വരെ സൊളാനയുടെ പ്രൈസ് പോയിട്ടുണ്ടായിരുന്നു. 3 USD സൊളാന വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 50 സൊളാനെങ്കിലും ബൈ ചെയ്യാം. പക്ഷേ ഒരു 6, 7, 8, 9 ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് സൊളാന മിക്കവരും ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു 8, 9 കൂടുതൽ പേരും ബൈ എടുത്തിട്ടുള്ളത്. പക്ഷേ 10, 12, 15 USD സൊളാന ബൈ ചെയ്തവരുണ്ട്. എങ്കിൽ പോലും നമുക്ക് സൊളാന എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് എന്ന പ്രോജക്റ്റാണ്. എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സൊളാന എന്ന് പറയുന്ന ഇതേ ഒരു എക്കോ സിസ്റ്റത്തിൽ അവരുടെ ഒരു ടീം മാനേജ്മെൻ്റ് ഒക്കെ അനുസരിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 1000 USD എന്ന് പറഞ്ഞാൽ 1000 USD ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു പ്രോജക്റ്റാണ്. ഓക്കെ, ഇനി അടുത്ത് എതീരിയം എന്ന് പറയുന്നത് 1500, 2000 USD ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ആവറേജ് ബൈ ചെയ്യാമെന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ കോയിൻ ടെലിഗ്രാഫിൻ്റെ അകത്താണെന്ന് തോന്നുന്നു ഏകദേശം 100 മില്യൻ്റെ ഏകദേശം ബ്ലാക്ക് റോക്ക് ബൈ ചെയ്തതായിട്ടൊരു ന്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ശരിയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. അവർ പബ്ലിഷ് ചെയ്യുന്ന ആ ന്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമാണ്. എനിക്ക് തോന്നുന്നു 2-3 ദിവസമേ വരൂ ആ ഒരു ന്യൂസ് ഞാൻ വായിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ പ്രൈസ് 2500 ആണ്. ഓക്കെ, എങ്ങനെയായിരുന്നാലും അവർ ഉറപ്പായിട്ടും 1500 USD 2000 USD അവർ ഉറപ്പായിട്ടും ബൈ ചെയ്തിട്ടുണ്ട്. അവരിപ്പം കുറച്ചുകൂടി ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2500 ബൈ ചെയ്തതായിട്ട് ഒഫീഷ്യലായിട്ട് ന്യൂസ് പുറത്തു വന്നിട്ടുള്ളത്. അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എതീരിയം ലോങ് ടൈം എന്ന രീതിയിൽ 200-300 USD 2000 USD റേഞ്ച് ആയിരുന്ന ടൈം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബൈ ചെയ്യുക. അതുപോലെ തന്നെ 1500 USD ആയിരുന്ന ടൈം വേണമെങ്കിൽ കുറച്ചായിട്ട് ഇൻവെസ്റ്റ് ലോങ് ടൈം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മുടെ അല്ലാത്ത കുറച്ച് പ്രോജക്റ്റ് ഉണ്ട്. ഏകദേശം ഹെബാർ 0.15 ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ എടുക്കാം, വിഷയമില്ല. പക്ഷേ പോളിഗൺ മാറ്റിക്കിൻ്റെ അകത്ത് കുറേ പ്രശ്നമുണ്ട്. അത് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് CRO എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.090 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതി ബൈ എടുക്കാം. അതുപോലെ തന്നെ ആർബിട്രൺ 0.31 വേണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം വേണമെങ്കിൽ ബൈ എടുക്കാം. വെറ്റ് 0.022 നിങ്ങൾക്ക് വേണമെങ്കിൽ, അതുപോലെ തന്നെ 0.16 വരികയാണെങ്കിൽ ബൈ എടുക്കാം. എന്നാൽ ഫാൻ്റെ ഇപ്പോൾ ഏകദേശം ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. 0.34 ആണ്. നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റിയ പ്രോജക്റ്റാണ് ഏകദേശം ഫാൻഡോ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. മനയൊക്കെ ഏകദേശം 0.26 ആണ്. മന, ജാസ്മി, മിക്ക പ്രോജക്റ്റ് ഏകദേശം നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾട്ട് കോയിൻസ് വേണമെങ്കിൽ ബൈ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ഏകദേശം 68 പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈസ് അനാലിസിസ് വേണമെങ്കിൽ ചെയ്തിട്ട് ഓരോ പ്രോജക്റ്റിനെ കുറിച്ചും പഠിച്ചിട്ട് നിങ്ങളുടേതായ രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം എന്ന രീതി വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ETHW $1.39 ആണ്. ലോങ് ടൈം മാത്രം ഫോക്കസ് ചെയ്യുക. സുഷി 0.64 ആണ്. ബാറ്റൻസിലേക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ എടുക്കുക. പിന്നെ ഡാഷ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ട്. 20 USD ആണ്. നിങ്ങൾ ഒരു ഡാഷ് എങ്കിലും ബൈ ചെയ്ത് വയ്ക്കുക. കാരണം ഡാഷൊക്കെ ഏകദേശം 100 USD ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഡാഷ് ഏകദേശം 2020 34 USD ഉണ്ടായിരുന്നത് ബുള്ളെന്ന രീതിയിലോട്ട് മാർക്കറ്റ് ചേഞ്ച് ആയപ്പം കേട്ടോ 368 വരെ പോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പേ ഞാൻ 2016 17 ഡാഷ് പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് തന്നൊരു പ്രോജക്റ്റാണ് ഡാഷ് എന്ന് പറയുന്നത്. അന്ന് പൊളോണിക്സ് എക്സ്ചേഞ്ച്, ബിട്രസ് എക്സ്ചേഞ്ചിൻ്റെ അകത്ത് പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാം.
ലോങ് ടൈം എന്ന രീതി 2016-17 ടൈം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഏകദേശം 1500 USD അടുപ്പിച്ച് ഡാഷ് എന്ന് പറയുന്ന പ്രോജക്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ പ്രൈസൊക്കെ എന്ന് പറഞ്ഞാൽ 10 USD 15 USDക്കൊക്കെ ഒന്നും മേടിച്ചവർ 1000-1500 USD വരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത പ്രോജക്റ്റാണ്. അതിനുശേഷം അത് മാർക്കറ്റ് വീണ്ടും ക്രാഷിലോട്ട് വന്നു, വീണ്ടും അത് ഹൈയിലോട്ട്. ഏകദേശം ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 20 USDയിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ 2 ഡാഷ് എങ്കിലും ബൈ ചെയ്ത് വെക്കുക. ലോങ് ടൈം എന്ന രീതിയിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഏകദേശം നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രോജക്റ്റാണ് ഡാഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് ഡിജിബൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ എടുക്കുക. 0.0080 ആണ്. അടുത്ത് ഒയാസിസ് നെറ്റ്വർക്കൊക്കെ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ബിറ്റ്ഗെറ്റ് ടോക്കൺ 4 USD 50 സെൻ്റ് ആണ്. വേണമെങ്കിൽ 2 എണ്ണമെങ്കിലും ബൈ ചെയ്ത് വെക്കുക. സെം 0.0044 ആണ്. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏകദേശം ഈ ഒരു 68 പ്രോജക്റ്റിൽ നിങ്ങൾക്ക് മികച്ചതെന്ന് തോന്നുന്നു നിങ്ങൾ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. പക്ഷേ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ എപ്പോഴും ഈ ഒരു ലിസ്റ്റിൽ, വാച്ച് ലിസ്റ്റിലുള്ള ഈ പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉറപ്പായിട്ടും ഈ 68 ഞാൻ ഫേവറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ഇതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എതീരിയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു അവസരമായിരുന്നു. അത് എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു കാര്യം പറയാം, ഇനി ബുൾ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ എതീരിയം നിങ്ങൾക്ക് നല്ല രീതിയിൽ ലോങ് ടൈം എന്ന രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക. കാരണം എതീരിയം 20,000 USD വരെ എൻ്റെ ഒരു സെൽ ടാർഗറ്റാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. 1500-1000 USD ഒക്കെ ഉണ്ടായിരുന്ന ടൈം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. 300 USD 200 USDക്കൊക്കെ നിങ്ങൾ കുറച്ചായിട്ട് എതീരിയം ലോങ് ടൈം എന്ന രീതിയിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ സൊളാന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാഷ് ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക.